പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇന്ന് പോണത്. ഇത് തൃശ്ശൂർ സൂ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഇവിടെ 500 അനിമൽസ് കൂടുതലുണ്ടെന്നാണ് കേൾക്കുന്നത്, 70 സ്പീഷീസിലുള്ള. ഇതിപ്പോൾ പുത്തൂരെത്തി. ഇവിടെ നിന്ന് നമ്മളങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ ഇപ്പോൾ പാർക്ക് തുടങ്ങി കേട്ടോ. 366 ഏക്കർ ഉണ്ടെന്നാണ് പറയണത്. ഇത് 330 കോടി രൂപ കിഫ്ബി വഴിക്ക് എടുത്തിട്ടാണ് സംസ്ഥാന സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയായിരിക്കും, നമ്മുടെ സർക്കാർ ചെയ്തതാണല്ലോ, അടിപൊളിയാണെന്ന് തന്നെ ചെന്നത്. ഇത് കുറേ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. 2000-ലാണ് ഇതിൻ്റെ ഒരു ആശയം ഉണ്ടായത്. 2009 പുത്തൂർ അവർ സ്ഥിരീകരിച്ചു. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ഗേറ്റാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇനി എൻട്രൻസ് അപ്പുറത്തായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ച് പോവുകയാണ്. അങ്ങനെ മുമ്പ് എത്തിയപ്പോൾ മനസ്സിലായി ഇന്ന് തുറന്നിട്ടില്ല എന്ന്. പിന്നെ അലയും കാറ്റിൻ വിരഹം അരയാൽ കൊമ്പിൽ തൂങ്ങി എന്നുള്ള പാട്ട് പാടേണ്ട അവസ്ഥയിലെത്തി ഞാൻ. അങ്ങനെ പാടി നടക്കുകയാണ്. ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് അതൊക്കെ മനസ്സിലായി. കാരണം ആൾക്കാർക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അധികം പേര് ഇത് തുടങ്ങി എന്ന് കേട്ടിട്ട് തന്നെ പോണത്. വെബ്സൈറ്റ് വഴിക്കാണ് കണ്ടിട്ട് പോകണം. ചില സൈറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ പോയത്. പാവപ്പെട്ട നമ്മളൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ ദൂരെ നിന്നൊക്കെ കണ്ടു പോരുകയാണ്. വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അടഞ്ഞടക്കണം കണ്ടപ്പോൾ ഞാൻ ഓർത്തിനി ഒരു പക്ഷേ ഇനി ഞായറാഴ്ച മാത്രമേ അടയ്ക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തൊക്കെ വന്നാലും ഇതുപോലൊരു കൊലച്ചതി നമ്മളോട് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇവിടെയും എന്നെപ്പോലെ കുറേ ഹതഭാഗ്യർ ഇങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാത്തതാണ് ഇതിലൊരു പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല വെയിലാണ്, തൊട്ടടുത്ത് ഒരു കട പോലുമില്ല. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് പുറത്തുനിന്നൊക്കെ കണ്ട് നല്ല രസമാക്കി അങ്ങ് പോയി എന്നല്ലാണ്ട് അതാണിന്ന് നടന്നത് ശരിക്കും. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കണ്ടപ്പോൾ രണ്ട് കലമാനെ കാണാൻ പറ്റി. ഇങ്ങനെ സുവോളജിക്കൽ പാർക്ക് എന്ന് അവിടെ എഴുതി വെച്ചേക്ക് 2 മാൻ്റെ പ്രതിമ കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ സന്തോഷത്തോടു കൂടി, വളരെയധികം ആനന്ദത്തോടു കൂടി തിരിച്ചു പോവുക എന്നുള്ളൊരു പരിപാടി എടുത്തു ഞാൻ. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് ഇറങ്ങണമല്ലോ, അതായത് ഇറങ്ങി നടക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പാദസ്പർശം ഇവിടെ ചെയ്തു എന്നല്ലാണ്ട്. പക്ഷേ അടിപൊളി സംഭവമാണ്. അത് ഫുള്ളായിട്ട് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഫുള്ളായിട്ട് തീരുമ്പോൾ ജനുവരി തുറക്കും എന്നാണ് കേട്ടത്. അപ്പോൾ ഇപ്പോഴാരും വരരുത്. സംഭവം അടിപൊളി തന്നെയാണ്. പുറത്ത് കാണാൻ തന്നെ അറിയാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് 36 സോണം കണ്ടിട്ട് തിരിച്ചെന്നാണ് പറഞ്ഞത്. പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണേണ്ട സംഭവം തന്നെയാണ്. പക്ഷേ തുറക്കുമ്പോൾ മാത്രം വരും. പബ്ലിക്കിന് തുറക്കുന്നത് ജനുവരി ആയിരിക്കും. സോ ഇത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. പുത്തൂരാണ് സുവോളജിക്കൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രം വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ ഉദ്ഘാടനം നടത്തി നമ്മൾ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കടത്തിവിട്ടില്ല. അവർ പറഞ്ഞത് ജനുവരി ആകുമ്പോഴേ ഇത് പൊതുജനങ്ങളെ കടത്തി വിടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം കുറച്ച് കുട്ടികളെ കടത്തി വിട്ടെന്ന് പറയണു. ബാക്കി ഇപ്പോൾ ഇവിടെ എന്നെപ്പോലെ കുറേ ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാക്കി. ഞായറാഴ്ച വെറുതെ ഇവിടെ എത്തി. പിന്നെ എനിക്ക് നേരത്തെ അറിയാവുന്നത് തുറന്നിട്ടില്ല എന്നുള്ളത്. കാരണം ഒരു ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ നാടല്ലേ, ചാൻസ് വളരെ കുറവായിരിക്കും എനിക്ക് അറിയാവുന്ന കാരണം ഞാൻ ഊച്ച തന്നെ വന്ന്. അപ്പോൾ ഞാൻ ഊച്ച തന്നെ പോലെ നടന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ പിന്നെ വെബ്സൈറ്റിലെങ്കിലും ക്ലോസ് ആണെന്ന് ഇതെങ്കിൽ ആരും വരില്ലായിരുന്നു. ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടന്മാർ ഞാൻ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ആളുകളുടെ വന്നു പോകണം. അല്ലെങ്കിൽ പിന്നെ ഈ പരിശീലനത്തിൽ ഒന്ന് കയറ്റി വിട്ടാൽ കുഴപ്പമെന്താ, അതിനവർ വേണമെങ്കിൽ ഫീസും വെച്ച് കയറ്റില്ല. ഇതൊരു ആക്ച്വലി എന്താ പറയുക, ഒരു മനുഷ്യരോടുള്ള ഒരു സഹതാപം, ഒരു സഹാനുഭൂതി ഇല്ലാത്ത ആൾക്കാരെന്ന് ഞാൻ പറയുള്ളൂ. ഈ വെബ്സൈറ്റുമാരെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടോ, വേറെ ആരെ പറ്റിയല്ല പറഞ്ഞത്. ആ വെബ്സൈറ്റിൽ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കണ്ടേ. ഇത് കണ്ടിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് 5 മണി വരെ ഓപ്പണാണ്. പറയുമ്പോൾ ശരിയാണ്, ഇവിടുത്തെ ഗേറ്റ് ഓപ്പണായി കിടക്കുന്നുണ്ട്, ആരെയും കടത്തി വിടണല്ലോ. പിന്നെ എന്തിനാ ഓപ്പൺ ആക്കിയിട്ടേക്കണമെന്ന് പറഞ്ഞത്. പണ്ടൊരു കലാമണ്ഡലത്തിൽ പോയി ഇപ്പോൾ പറ്റിയ പോലെ തന്നെയാണ് അത്. പിന്നെ അവർ പിന്നെ അതും ഞായറാഴ്ച പോയതാണ്, അതിന് അവരെ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഓപ്പണാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വാർത്ത അങ്ങനെ അല്ലെങ്കിൽ വെബ്സൈറ്റിലെങ്കിലും അതിന് കൊടുക്കണ്ടേ. ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മളിപ്പോൾ ശശിയോ സോമനൊക്കെ ആയ പോലെ ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോവാം. വൈദേഹി പോകയായി വനവാസകാലമായി. ഇത് ഡിസൈൻ ചെയ്തത് ജോൺ കോ എന്ന ഓസ്ട്രേലിയൻ സൂ ആർക്കിടെക്റ്റാണ്. ഞാനിവിടെ കയറി സംസാരിച്ചു. അപ്പോൾ പുള്ളി പറയുന്നതും ജനുവരി 1-ാം തീയതിയാണ്. 1-ാം തീയതി അല്ല, ആദ്യത്തെ ആഴ്ചയായിരിക്കും എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ KSRTCയുടെ ബസ് ഉണ്ടാവുമെന്ന് പറയുന്ന ആ സമയത്ത് KSRTC ബസ്സിൽ നമ്മളെ ഇരുത്തി കൊണ്ടുപോകുന്നു. ബസ്സിൽ ഇരുത്തി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഉള്ളിൽ കയറി കാണാം എന്നാണ് പറയണത്. അപ്പോൾ
സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവർക്ക് വെബ്സൈറ്റിൽ അങ്ങനെ തെറ്റുപറ്റിയതാണ് ശരിക്കും പറഞ്ഞാൽ ശരിയാവാത്തത്. പിന്നെ ഇതൊരു 365 ഏക്കറുണ്ടെന്നാണ് പറയണത്. തൃശ്ശൂർ സൂവിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ അനക്കോണ്ട അടക്കം ഇങ്ങോട്ട് പുതിയ കുറേ മൃഗങ്ങളെ, നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ മൃഗങ്ങളൊക്കെ കൊണ്ടുവരുന്നു പറയുന്നു. അതിന് അത്ര ഏരിയ ഉണ്ട് ഇവിടെ. വളരെ വിപുലമായിട്ട് ചെയ്തതാണ്. പക്ഷേ വന്നിട്ട് കയറാൻ പറ്റാത്തതിന് നിരാശയുള്ളൂ. ഇപ്പോൾ സ്കൂൾ കുട്ടികളെ കയറ്റുണ്ടെന്ന് പറയുന്നത്. സ്കൂൾ വഴിക്കുള്ള കുട്ടികളെ മാത്രമേ ഇവിടെ കയറ്റുള്ളൂ, വേറെ ആരും കയറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഇതുവരെ കയറി കണ്ടു, ഇനി ജനുവരിയിലൊന്ന് വന്ന് കാണണം. അപ്പോൾ സംഭവം നല്ലതാണ്. ഏഷ്യയിലെ സെക്കൻഡ് കണ്ടാണ് ഇവർ പറയണത്. അപ്പോൾ കുറേ വർഷങ്ങളെടുത്തിട്ടാണ് എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു ആർക്കിടെക്റ്റ് ഈ ഒരു ടീമിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് നേരത്തെ തന്നെ ആയിരുന്നു. ഒരു 10-15 വർഷം മുമ്പ് എനിക്കറിയാം ഈ സംഭവത്തെ പറ്റി. സുവോളജിക്കൽ പാർക്കിന് വരുന്നു എന്നുള്ളത് പുള്ളി ഇതിൻ്റെ ഉള്ള കാരണം എനിക്ക് അങ്ങനെ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കാണാൻ ഇനി ഒന്നുകൂടെ വരേണ്ട വരും. അപ്പോൾ കാണാം.